ഹായ് കേമോൻ ആശോ. ഇതാണ് ഇവരുടെ വീട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും. എനിക്കൊന്നും വല്ല പുറമ്പോക്ക് ഭൂമി പോലത്തെ സ്ഥലങ്ങളായിരിക്കും. ഇവിടെ വന്നിട്ട് കുടിയേറി താമസിക്കുകയാണ്. വിഭവസമൃദ്ധമായ ലഞ്ചാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എലിഷ് എന്ന് പറഞ്ഞ ഫിഷ് ബംഗ്ലാദേശിലെ ഫേമസ് ആണ്. അപ്പോൾ ബംഗ്ലാദേശിലെ അടുത്ത മനോഹരമായ പട്ടണം എന്നൊക്കെ പറയുന്ന ചിറ്റഗോങ് എന്നൊക്കെ പറയും. അങ്ങോട്ടാണ് നമ്മുടെ അടുത്ത യാത്ര. നമ്മൾ ധാക്കയിലാണുള്ളത്. രാവിലെ സമയം 6:30 നമ്മൾ സിലറ്റിലേക്ക് പോയ പോലെ തന്നെ ഇവിടുന്ന് ബസ്സിനായിരിക്കും കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ധാക്കയിലെ ഉട്രാര അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലത്താണ്. ടോങ്കി എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ്. അത് എയർപോർട്ടിന് തൊട്ടടുത്താണ്. നമ്മൾ സിലറ്റിലേക്ക് പോയത് സൈദാബാദ് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അതേ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് നമുക്ക് ചിറ്റഗോങ്ങിലേക്കൊക്കെ ബസ്സുള്ളത് കേട്ടോ. ബംഗ്ലാദേശിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിലും സൈദാബാദിൽ നിന്നാണ് ബസ് കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അത് ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ കിടക്കുന്ന കാണാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ബസ് നമുക്ക് കിട്ടും കേട്ടോ സൈദാബാദിലേക്ക്. അപ്പോൾ അതേ നമ്മൾ ധാക്കയിൽ നിന്ന് ചിറ്റഗോങ്ങിലേക്കുള്ള ബസ്സിന് കയറി. ഒരുപാട് പേര് പറഞ്ഞത് നമ്മുടെ ചിറ്റഗോങ് ഭാഗമൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന്. ധാക്കയും സില്ലറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിറ്റഗോങ് ആണ് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. സില്ലറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയ അതേ ബസ് യൂണീക്ക് ബസ്സിൻ്റെ തന്നെ ടിക്കറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്കിവിടുന്ന് മൊത്തം 250 കിലോമീറ്ററാണുള്ളത്. 550 ടക്കയാണ് ടിക്കറ്റിന് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു 4-5 മണിക്കൂർ എടുക്കും. ട്രെയിന് പോകുന്നതിനേക്കാൾ ഇവിടെ സമയ ലാഭം ബസ്സിന് പോകുന്നതന്നെയാണ്. ട്രെയിന് കൂടുതൽ ടൈം എടുക്കും, ടിക്കറ്റ് കിട്ടാനും പാടാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ചിറ്റഗോങ് ഭാഗത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാം. നമ്മളിപ്പോൾ പോകുന്നത് തന്നെ ഒരാളുടെ വീട്ടിലേക്കാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ കാണാൻ കേട്ടോ. നമ്മൾ എങ്ങോട്ട് ബസ്സിന് പോയാലും ബസ് ഇടയ്ക്കൊന്ന് ഒരു 20 മിനിറ്റ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ബസ് ഇവിടെ നിർത്തിയേക്കുന്ന ഒരു പെട്രോൾ പമ്പിലാണ്. ഇതിനകത്ത് ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരൊക്കെയോ നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടുത്തെ പെട്രോളിനും ഡീസലിൻ്റെയൊക്കെ വില അറിയണമെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അടിച്ചിട്ടേക്കുന്നതിൻ്റെയാണ്. എത്രയാണ് വില എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഡീസലാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഡീസൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഡീസലിന് ഇത് 80 ടാക്കയാണ് 1 ലിറ്ററിൻ്റെ പ്രൈസ് കേട്ടോ. 80 ടാക്ക ഇവിടെ കുറവാണ്. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇവിടെ കുറവാണ്. അതായത് നമ്മുടെ നാട്ടിലെ 67 രൂപയുള്ളൂ ഇവിടെ ഡീസലിന്. അതുപോലെ പെട്രോളിന് 108 ടാക്ക കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലൊരു 91 രൂപ. അപ്പോൾ അതെ നമ്മളുണ്ടല്ലോ ചിറ്റഗോങ്ങിന് ഒരു 4 കിലോമീറ്റർ മുന്നേ നമ്മൾ ഇറങ്ങി. നമ്മളിവിടെ വന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒരാൾ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈജുദാർ ഘട്ടോ അങ്ങനെ എന്തോ പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഹൈവേ കാണാം. നമ്മൾ ധാക്കയിൽ വന്നിട്ട് നേരെ ചിറ്റഗോങ്ങിലേക്കും അതുപോലെ കോക്സ് ബസാർ ഭാഗത്തോട്ടൊക്കെ പോകുന്നത്. നമ്മളിപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു താഴെ മൂലയ്ക്കാണുള്ളത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൊട്ടപ്പുറത്ത് കടലാണ്, ബേ ഓഫ് ബംഗാൾ കടലാണ് ആ ഒരു ഭാഗത്ത്. നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററിന് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഓട്ടോയും ബൈക്കും ഉണ്ട്. അതിപ്പോൾ അവരെ വിളിച്ചിട്ട് ഫോൺ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു റോഡിൽ. ഇവിടെ എന്തോ റോഡിൻ്റെ പണി കാര്യങ്ങളെല്ലാം നടക്കായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു 1.5 മണിക്കൂർ പോസ്റ്റായി കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടുന്ന് ഒരു ഓട്ടോ ഒരു CNGയിൽ കയറി ചിന്നമുൾ സ്കൂൾ മാട്ടോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് വരാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് ഷെയർ ഓട്ടോയാണ്. 25 ടക്ക കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഉള്ളിൽ ഏരിയയിൽ. ഇത്ര ദിവസം നമ്മൾ സിറ്റിയിലൊക്കെ അല്ലേ താമസിച്ചത്. ഇനി നമുക്ക് കുറച്ച് വില്ലേജിൽ താമസിക്കാം. അപ്പോൾ ഇതാണ് മാഹി മാഹി എന്ന് പറഞ്ഞിട്ട് ഇവനെ 19 വയസ്സേ ഉള്ള ചെറിയ ചെക്കനാണ്. അപ്പോൾ ഇവൻ നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചു. ഇവൻ്റെ നാട്ടിലേക്ക് നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് കുറച്ച് കണക്ഷനൊക്കെ കിട്ടി. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ വന്നിട്ട് താമസിക്കാനാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ ദിസ് ഇസ് എ വില്ലേജ് റൈറ്റ്? Yeah, little bit of village, not a village, but main city to little bit far. Yeah. Okay. That is not near to Chittagong. Yeah, like, near to Chittagong, but like 5-6 kilometers only. Yeah, 2 or 3 kilometers. Okay. അപ്പോൾ ചിറ്റഗോങ്ങിന് അത്രയും മുന്നേ ആയിട്ടാണ് നമ്മളൊരു ഉള്ള ഏരിയയിലാണ് വന്നേക്കുന്നത്. നമുക്ക് ഇവനോട് ചോദിച്ചു ഇത് കുറച്ച് ഹില്ലി ഏരിയ. ദിസ് ഇസ് ലൈക്ക് എ ഹില്ലി ഏരിയ. Yeah, little bit of hilly area. Okay. അപ്പോൾ how you know the English and Hindi? It's me. Yeah. You know Hindi? Yeah, I know Hindi a little bit of. कैसे मालूम हिंदी? Yeah, मेरे थोड़ी आती है. मूवी देखते हैं? ना मैं हिंदी मूवी नहीं देखते, but lots of friends in there. I'm working lots of freelancing with buyers, and then थोड़ी हिंदी आ जाती है. Okay. Little bit of time. Actually, what you are doing?
I'm studying now. What studying? You are 19 only? And 90, yeah. The completing college now. Then Okay. try to with the admission at the university. ഓക്കെ, അപ്പോൾ ഇവനെ അത്ര ഉള്ള വയസ്സ്, ചെറിയ പയ്യനാണ്. ഇവന് അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അറിയാം. അപ്പോൾ ഇവൻ വിളിച്ചപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇവൻ ഫ്രീ ആണെങ്കിൽ ഇവൻ നമ്മുടെ കൂടെ വരികയൊക്കെ ചെയ്യും സ്ഥലമൊക്കെ കാണാൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വില്ലേജ് ഭാഗത്തൊക്കെ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്നൊക്കെ അറിയാം. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ വീട്ടിലെ സ്റ്റേ ഒക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ. സിറ്റിയിൽ നമ്മൾ പലരുടെയും വീട്ടിൽ നിന്നു, പക്ഷേ വില്ലേജിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 കിലോമീറ്ററുടെ ഉള്ളിലേക്ക് ഇത് നടന്നു. ഇവിടെ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് വന്നപ്പോൾ ടാർട്ട് റോഡ് സംഭവങ്ങളൊന്നുമില്ല. അതുപോലെ ചെറിയ ചെറിയ കടകൾ കാണാം. ദേ കാണുന്നൊക്കെ വീടുകളാട്ടോ. ഇതിനുള്ളിലേക്ക് ഒരുപാട് വീടുകളും സംഭവമുണ്ട്. എല്ലാം ദേ ഇങ്ങനെ ഇവരുടെ മതിൽ നോക്കി എല്ലാം ഇതുപോലെ ഷീറ്റ് ഇട്ട് വെച്ചിട്ടാണ് വെച്ചേക്കുന്നത്. വലിയ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. ഇവരുടെ താമസ രീതികളും ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളിവിടെ അടുത്ത ട്രിപ്പിൻ്റെ പ്ലാന് കാര്യങ്ങളെല്ലാം നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ചക്കയും മാങ്ങയൊക്കെ തന്നെയാണ് മരങ്ങൾ കാര്യങ്ങളെല്ലാം കാണുന്നത്. അതുപോലെ ഉള്ളിലേക്ക് കയറി പോകുന്ന വഴി നോക്കിയാൽ ഫുള്ള് ചാക്കിനകത്ത് മണ്ണ് നിറച്ചിട്ടാണ്. ഇതെനിക്ക് തോന്നുന്ന ചെളി ആയിട്ട് മഴക്കാലത്ത് ഓക്കെ. ഇതാണോ വീട്? ദിസ് ഇസ് യുവർ ഹോം? ഓക്കെ. Not big. Your home I ever see your chawa. No. Not home is not good, but Yeah, it's okay, bro. Why I came here for? that's my brothers and sisters. Let's come there. Okay, hi. Come on, Asho. Alhamdulillah, wallo. Oh, hi. അപ്പോൾ നമ്മുടെ മാഹിൻ്റെ അനിയനും അനിയത്തിയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ വീട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ മാഹി എന്ന് പറഞ്ഞു പോകുമ്പോൾ ഭയങ്കര സംഭവം കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏതോ സായിപ്പുമാർ പറയുന്ന പോലെയാണ്. പിന്നെ അത്യാവശ്യം ട്രാവൽ ചെയ്ത് 19 ഞാൻ പറഞ്ഞ പോലെ ചെറിയ പയ്യനാണ്. നല്ലപോലെ ട്രാവൽ ചെയ്ത് കുറേ ട്രാവലേഴ്സിനൊക്കെ കണ്ട് പരിചയമുണ്ട്. ഇവൻ്റെ അമ്മ വരെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം റോഡ് ബ്ലോക്കായിട്ട് ഇവരൊക്കെ ഇവൻ്റെ അമ്മ ടെൻഷനായെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവൻ്റെ അമ്മ ഇവനോട് ചോദിച്ചു എങ്ങനെയാണ് പുറത്തുനിന്നുള്ള ഒരാൾക്ക്, നമ്മളിവിടെ ഫോറിനറാണല്ലോ, ഫോറിനർ എങ്ങനെ ഇവിടെ വരും, ഈ ഒരു വീട്ടിൽ എങ്ങനെ സ്റ്റേ ചെയ്യുന്നുള്ളൊക്കെ ഒരു തന്നെ. നമുക്ക് കിടക്കാൻ ഏതെങ്കിലും ഒരു മൂല കിട്ടിയാൽ തന്നെ മതി. അപ്പോഴാണ് ഇവർ നമുക്കായിട്ട് റൂം തന്നെ സെറ്റാക്കി. ഇതിപ്പോൾ ഇവരുടെ കയറി വരുമ്പോൾ ഉള്ളൊരു ഹാളാട്ടോ. പ്ലൈവുഡ് പോലെ ഇങ്ങനെ പലക വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി. ഫുള്ള് തടി തന്നെയാണ്, തടി വെച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ വീട് കാര്യങ്ങളെല്ലാം. താൽക്കാലിക വീടുകൾ പോലെയാണ്. ഫാനും കറണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും ബംഗ്ലാദേശിലെ ഒരു ലോക്കൽ വീട്ടിൽ താമസിക്കാൻ നമുക്കൊരു അവസരം കിട്ടി. എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് കുഞ്ഞു വീടാട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇതേ മറച്ചേക്കുന്നതൊക്കെ ഷീറ്റ് വെച്ചിട്ടാണ് മതിൽ പോലെ. അതുപോലെ 2 ടോയ്ലറ്റും ഉണ്ട് പുറത്ത്, യൂറോപ്പിനും ഇന്ത്യനും ആയിട്ടുള്ളത്. എന്നോട് പറഞ്ഞു യൂറോപ്യൻ മണി അത് യൂസ് ചെയ്തോ, ഏത് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഉള്ളവരൊക്കെ കാണിച്ചു തരാം. എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ വരുന്നെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര സംഭവമായിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഈ വില്ലേജൊക്കെ ഒന്ന് നടന്ന് കാണണം എന്തായാലും. ദിസ് ഇസ് മാംഗോ റൈറ്റ്? Yeah. ലോക്കൽ മാംഗോ Yeah. ഫ്രം ഇയർ ഉള്ളി. അപ്പോൾ നമുക്കിത് ഒരു നാരങ്ങ വെള്ളവും അതുപോലെ ബിസ്ക്കറ്റ്, അതുപോലെ ഇവിടുത്തെ മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഉള്ള ഏരിയയിൽ നിന്നായിരിക്കും മാങ്ങയൊക്കെ നമ്മുടെ ധാക്ക സിറ്റിയിലേക്കൊക്കെ പോകുന്നത്. ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിൻ്റെ ഉള്ള ഏരിയയിലൊക്കെയാണ് കൃഷി കാര്യങ്ങളെല്ലാം മെയിനായിട്ടുള്ളത്. ഖദീജ, ഇത് ഖദീജ മോൾ കേട്ടോ. Chagor, and is it called Rupali? This is Himshagor. And this is called Rupali. Rupali. Yeah. Which one is best? I thought is best. Because this is ഇത് നല്ലപോലെ പഴുത്തുണ്ട്. റൂപ്പാളി എന്ന് പറയുന്ന ഒരു മാങ്ങയാണ്. 2 തരത്തിലുള്ള, നമ്മുടെ നാട്ടിൽ മൂവാണ്ടരി മറ്റേതൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ 2 തരത്തിലുള്ള മാങ്ങയാണ്. ഇതിനെന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. ബംഗ്ലാദേശിൽ മൊത്തത്തിൽ പവർ കട്ട് നല്ലപോലെ ഉണ്ട്. പല സമയത്ത് കറണ്ട് പോകും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കറണ്ടിൻ്റെ ഒക്കെ ഒരു ക്ഷാമമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ കറണ്ട് പോയി, വെളിച്ചം കുറവാണ്. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും പല സ്ഥലത്തു നിന്ന് കഴിക്കണം എന്ന് വെച്ചതാണ്. കിട്ടുകയാണെങ്കിൽ എലീഷ് എന്ന് പറഞ്ഞ ഫിഷ് ബംഗ്ലാദേശിലെ ഫേമസ് ആണ്. അപ്പോൾ ഇത് ഇവർ നമുക്കായിട്ട് ആ ഫിഷ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അതുപോലെ നമുക്കിത് നെയ്ച്ചോറായിട്ടൊന്ന് നെയ്ച്ചോറും ചിക്കനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഏറ്റവും മെയിൻ സാധനം ഫിഷ് തന്നെയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അതുപോലെ നെയ്ച്ചോറുണ്ട് അവിടെ, അതുപോലെ കറി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചൊക്കെ നോക്കി. ദിസ് ചിക്കൻ റൈറ്റ്? Chicken, yeah. ഓക്കെ. ചിക്കൻ, മീൻ, അതുപോലെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വിഭവസമൃദ്ധമായ ലഞ്ചാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഞാൻ എന്തായാലും ഈ ഒരു എലീഷ് ഫിഷിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എന്താണ് ഇത്? ഇവിടുത്തെ മെയിൻ ബിസിനസ്സാണ് ഈ സാധനം. ഇത് പിടിക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല മണ്ണെടുത്ത്. ഇപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് പോയി കാണും കേട്ടോ. ഹോട്ടലിൽ കിട്ടുന്ന പോലെ ആവില്ല, എന്തായാലും വീട്ടിലുണ്ടാകുന്നതിന് എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയി കിട്ടും. നോക്കുന്നുണ്ട് ഫുഡിന് അടിപൊളി കേട്ടോ. ഞാൻ കുറച്ച് ആദ്യമേ ടേസ്റ്റ് ചെയ്ത് നോക്കി. സാധനം വന്നപ്പോൾ തന്നെ നെയ്ച്ചോറ് പോലെ തന്നെ സാധനമാണ്. ഐ ടേക്കൻ ഇറ്റ് ബിറ്റ്. ഓക്കെ. മീൻ,
അതേപോലെ ചിക്കൻ കറി. Chicken curry also okay though. ചിക്കൻ കറി. Chicken curry is like റൈസ് നോർമൽ ചോറും ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. സോ വേർ ആർ വി ഗോയിങ്? where I'm going, we're exploring my small hill, and we are night times. We're exploring our Chitong city. Okay, come with me. അപ്പോൾ ഇത് ഒരു കുന്നിൻ്റെ ചെരിവിലായിട്ടാണ് ഈ ഒരു വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടുത്തെ വില്ലേജ് ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എലീഷ് ഫിഷൊക്കെ കഴിക്കുന്നത്. അതെന്തായാലും നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണം എന്ന് വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ വന്നത് ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു, പുറത്തു നിന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വീണ്ടും മല കയറി ഉള്ളിലേക്ക് പോകാട്ടോ. നമ്മളിത് ഓരോ വീടിൻ്റെയൊക്കെ മുന്നിൽ കൂടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് തെന്നി കിടക്കുകയാണ്, സൂക്ഷിച്ച് കയറണം. നമ്മളിപ്പോൾ താഴെ കണ്ട പോലെ തന്നെ ഒരു വീട് ഇവിടെ ഉണ്ടാക്കുന്ന പരിപാടികളാണ് കേട്ടോ കാണുന്നത്. Tricks are like is a plant is makes homes like lots of people stay in there, and some few days later and it's making some shelters. This is same like a home. Like home, some poor people staying there, like not by home in city. Okay. So that is by this little bit of hill tricks area. Okay. You know. ഇവിടുന്ന് നമ്മളിത് ഒരു മല ഇങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ ഇപ്പുറത്ത് കാണുന്ന കാഴ്ച ഉണ്ടോ. അതുപോലെ അവിടെയൊക്കെ ഓരോരോ വീടുകൾ മല ചെത്തിയിട്ട് തന്നെയാണ് ഇവർ ഈ വീട് കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു മലേൻ്റെ ചെരുവിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്, ചെറിയ ചെറിയ ഷീറ്റിട്ട വീടുകൾ. In the night view, as you can see that. Okay. There's a campaign there. The last campsite into this hill is in this side. Okay. അപ്പോൾ ഇതൊക്കെ സിറ്റിയിൽ നിന്ന് മാറി ഉള്ളിൽ ഇതേ ആൾക്കാർ വന്ന് താമസിക്കുന്ന ഏരിയയാണ്. ഞാൻ പറഞ്ഞ പോലെ മൊത്തം ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇവർ ഇതേപോലെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ക്യാമ്പ് ചെയ്യാനൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് ഇത് കാണുന്ന കുന്നിൻ്റെ മുകളിൽ. അതുപോലെ പല ഭാഗങ്ങളുണ്ട് സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ മല ഇറങ്ങി അടുത്ത മല കയറണം തോന്നുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ബംഗ്ലാദേശിൻ്റെ വില്ലേജ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. ഇതിപ്പോൾ ശരിക്കും എക്സ്ട്രീം ഉള്ളിലായിട്ടോ നമ്മൾ. അപ്പോൾ അതേ ഇവിടെ പിള്ളേരൊക്കെ നോക്കി ചെളിയിലൊക്കെ കളിച്ച് നിൽക്കുന്നത്. ഹായ്. ഈ മണ്ണിലൂടെ തന്നെ കുത്തനെയൊക്കെ കയറണം കേട്ടോ. അതെ അവിടെയൊക്കെ സ്ത്രീകളൊക്കെ വലിഞ്ഞ് കയറുന്ന കാണാം. തെന്നി വീഴാൻ നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ്. നമ്മളിത് എവിടെയാണ് വന്നത്, അവിടെ നമ്മളിങ്ങനെ കറങ്ങിയാണ് ഇതിലേക്ക് കൊണ്ട് കയറി വന്നത്. അങ്ങനെ പ്രോപ്പർ വഴിയോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഭാഗത്ത്. നമ്മൾ അടുത്തൊരു കുന്നിൻ്റെ മേലെ കയറിയപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇതിന് താഴെയും കുറേ വീടുകൾ കാണാം. അപ്പോൾ നമ്മളിത് ഈ കാണുന്ന കുന്നിൻ്റെ ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കുന്നിൻ്റെ മേലേക്കാണ് കയറുന്നത്. As you can see, is it port? Well, That's a Chittagong town. Chitong Port. This is Chitong M.A. Ajis. Sorry, Joram Chaudhary Stadium. Okay. That lights. This lights is a Potenga. It's like slightly going. Okay. Is this Potenga? Is the graveyard, sheep graveyard in this? As you can see. Inside is this whole side. As you can see, is full side is the world long largest sheep graveyard. Okay. Is it called this hill, full mountain hills range covered the Chittagong area. Okay. Like so a little bit of. So what's normally people are living here, like what they are doing? What they are doing, like lots of people lost our homes in city, or lots of poor people's like. Okay, that kind of people are coming here and. Yes. So actually, this is a forest, or the land is belongs to whom? Belongs to whom? It's not legally. Okay. Lots of people. So the land is by the government. Not is government, but not legally. People staying there. Okay. Staying just like a temporary. Okay. So it's like a home. അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ ഉള്ള വീടുകളൊക്കെ പറയാം എല്ലാവരും ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്ന വീടുകളാണ്. ഈ ചിറ്റഗ്രാം എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിലൊന്നും ജീവിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ വീട് കാര്യങ്ങളെല്ലാം പോയവർ അങ്ങനെയുള്ളവരാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇതൊക്കെ എനിക്കൊന്നും വല്ല പുറമ്പോക്ക് ഭൂമി പോലത്തെ സ്ഥലങ്ങളായിരിക്കും ഇവിടെ വന്നിട്ട് കുടിയേറി താമസിക്കുകയാണ്. കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തിട്ട് ഇവിടത്തെ പുതുതായിട്ട് ഇങ്ങനെ ചെറിയ വീടുകളെന്നൊന്നും പറയാൻ പറ്റത്തില്ല. താൽക്കാലികമായിട്ട് അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള ചെറിയൊരു സെറ്റപ്പുകളാണ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ മെയിൻ കാര്യം ഇവനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ നോക്കിയാൽ ബംഗാൾ ഉൾക്കടലാണ് ഈ കാണുന്നത്. അതുപോലെ ചിറ്റഗോങ് സിറ്റി നമുക്ക് അവിടെ കാണാം, ഷിപ്പ് യാർഡ് കാണാം, അതുപോലെ
ഈ പഴയ ഷിപ്പുകളൊക്കെ കൊണ്ടിട്ടേക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതൊക്കെ ഈ ഒരു ഭാഗത്താണ്. അതുപോലെ അവിടുത്തെ കടലിനകത്ത് മൊത്തം ഷിപ്പുകളാണ് കേട്ടോ. നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്യും. ചിറ്റോങ് ശരിക്കും കാണാൻ അടിപൊളിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വരും, വീഡിയോസിലൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇവിടെയും മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഇത് ഇവരുടെ യു യൂഷ്വലി ക്യാമ്പ് ഹിയർ? Yeah, it came in there. Okay. Yeah, it's starting. It's like it's now raining time. Okay. Is it now is lot of grass right now. Fresh in. Okay. And second campsite is who is this? Where is tank? Water tank, as you can see. It's a full good, perfect place of camping. Okay. Yeah, but is it small? But is it camping? Feel like when you I can see see this that. is a full sea. Like on the sunset, sunrise is a full sea. Just feel happy to his inner side. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ വന്ന് ഇവിടെ വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് സൺസെറ്റും അതുപോലെ രാവിലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സൺറൈസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ അവിടെ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് tracking with this hill was the upper side. Inner side is waterfalls and okay that hill. That hills. അങ്ങ് ദൂരെ നോക്കി ഒരു മല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണാം. അവിടെയാണ് നമ്മൾ നാളെ ട്രക്കിങ്ങിന് പോകാൻ പ്ലാനൊക്കെ ഉണ്ട്. ഒരു ട്രക്കിങ്ങിലാണ്ട് 12 waterfalls, right? How many waterfalls there? Like 50 to 60 waterfalls. നമുക്ക് നോക്കാം അതിന്റെ കാഴ്ചകളൊക്കെ. ഞങ്ങൾ എല്ലാവരോടും ഒരു ട്രക്കിങ്ങിന് പോകുന്നുണ്ട് നാളെ. അപ്പോൾ അവിടെ കൂടുതലും ട്രക്കിങ്ങിൽ പോകുന്ന വഴിക്ക് കുറേ വെള്ളച്ചാട്ടമൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിന്റെ ചുറ്റിനും നോക്കി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുടിയേറി വന്നവർ മലേന്റെ പല ഇടുക്കുകളിലും വീടുണ്ടാക്കി താമസിക്കുന്ന കാഴ്ചകൾ കാണാം. പല സ്ഥലങ്ങളിലും വീടിന്റെ പണി കാര്യങ്ങളെല്ലാം നടക്കുന്നതും ഉണ്ട് കേട്ടോ. ഇവന് ഈ വഴി വന്നിട്ട് കുറേ നാളായി കേട്ടോ. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് നിറച്ചും കാട് പിടിച്ചെടുക്കുകയാണ്. വഴിയെല്ലാം മൂടിപ്പോയി. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു സ്ഥലം തന്നെ, അത്ര തന്നെ ഉള്ളൂ. പറയുമ്പോൾ ബംഗ്ലാദേശ് ആണെന്നേ ഉള്ളൂ കേട്ടോ. ദേ ഇവിടൊക്കെ ആൾക്കാർ അതിൻ്റെ തൂണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് മണ്ണ് ഇവർ എടുത്തേക്കുന്നത്. ഈ മണ്ണ് ഫുള്ള് ഇവർ എടുത്ത് കളഞ്ഞേക്കാണ് വീട് പണിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ സാധനങ്ങളെല്ലാം വീട് പണിയാനുള്ള മുളയും അതുപോലെ അതിൻ്റെ മേൽക്കൂരയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവരോട് കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നതാണ് കേട്ടോ. വൈകുന്നേര സമയത്ത് ഇവർ കുപ്പികൾ നിരത്തി വെച്ചിട്ട് അത് എറിഞ്ഞ് വീഴ്ത്തുന്നൊരു പരിപാടിയാണ്. നമ്മുടെ ചട്ടിയറൊക്കെ പോലെ എന്തോ ഒരു കളിയാണ്. ഫസ്റ്റ് ടൈം യു ആർ സീയിങ്? No. I all time seeing with the hill, but my hill. നോ ഇപ്പം കൊണ്ടുപോയ മലയെന്നുണ്ടല്ലോ, നമ്മൾ താഴെ ഇറങ്ങി വില്ലേജിനകത്തൂടെ വരുമ്പോഴാണ് എൻ്റെ നടുവിന് എന്തോ ഇങ്ങനെ കുത്തുന്നു. ഞാനപ്പോൾ ബാഗിൽ നിന്ന് വല്ലതും കുത്തുന്നതെന്ന് വെച്ച് ബാഗൊക്കെ ഒരു സൈഡിലോട്ട് ഇട്ടിട്ട് വരികയായിരുന്നേ. അപ്പോൾ കുറേ ദൂരം വന്ന് വീണ്ടും എന്തൊക്കെയോ കടിക്കുന്ന പോലെ ആയിട്ട് ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് വലിച്ചു നോക്കിയപ്പോൾ ഒരു ഇലാസ്റ്റിക് പോലൊരു സാധനം. അപ്പോൾ ഞാൻ കരുതി എന്തത് ഇലാസ്റ്റിക് ആവാൻ മാത്രം ഒന്നും ഇല്ല അവിടെ. നോക്കിയപ്പോൾ ഞാൻ അപ്പോൾ ഇവരോട് നോക്കാൻ പറഞ്ഞു. ഇപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അട്ടയാണ് സംഭവം. അട്ട എൻ്റെ നടുവിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അട്ട അതേ നടുവിൽ കയറി കടിക്കുന്നത്. അവിടെ ഫുള്ള് ചോരയായിട്ടുണ്ട്. പിന്നെ അവനെ കൊണ്ട് അത് എടുപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ നമ്മൾ പോയ മലയിൽ അവൻ ഇതുവരെ അട്ടേനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ കടിയാണ് എനിക്ക് കിട്ടുന്നത്. മഴക്കാലം ആയതുകൊണ്ടായിരിക്കും, കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഇവിടുത്തെ വില്ലേജിൽ വന്നു. ഇന്നിപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു എന്നേ ഉള്ളൂ. നാളെ നമ്മളൊരു ട്രക്കിങ്ങിന് പോകാൻ പ്ലാൻ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇതുപോലെ ഉള്ള വില്ലേജുകളിൽ വന്ന് നമ്മൾ കേട്ടിരിക്കുന്ന പോലെ അത്ര വലിയ വൃത്തിയൊന്നും ഉണ്ടാവത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും വൃത്തിയൊന്നും ഉണ്ടാവില്ല മൊത്തത്തിൽ. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു പള്ളിയാട്ടോ ഈ കാണുന്നത്. ഈ പള്ളിയും ഇവിടുത്തെ വീടുകൾ പോലെ തന്നെ ഷീറ്റൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവനിപ്പോൾ പള്ളീൻ്റെ അകത്തോട്ട് പോയി നിസ്കരിക്കാനും കൊണ്ട് പോയതാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് കാലും കൈയൊക്കെ കഴുകി ഞാനിവിടെ ഇരിക്കുക. എന്തായാലും ഇവിടുത്തെ ബംഗ്ലാദേശിലെ അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.